നമസ്കാരം, അമൃതാണ്. പ്രിൻസ് ആൻഡ് ഫാമിലി വലിയ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാതെ പോയി കണ്ടൊരു സിനിമയാണ്. പക്ഷേ ഈ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് നമ്മൾ 90s ആണോ അതെ ഒരു 2000 ഉള്ള ഒരു ദിലീപിന്റെ ആ ഒരു ചാം, അത് അദ്ദേഹം ഏജ്ഡ് ആയിട്ട് പോലും ഈ സിനിമയ്ക്കകത്ത് ആ ഒരു പഴയ കാലത്തെ ദിലീപിനെ നമുക്ക് ഏകദേശമൊക്കെ ഈ സിനിമയ്ക്കകത്ത് ഒന്നും കൂടെ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ പ്രായത്തിന് അനുയോജ്യമായ രീതിയിൽ അത് മോൾഡ് ചെയ്തിരിക്കുന്നതിന്റെ ഒരു എഫക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടെ ഒരു ജെന്യൂനിറ്റി ആ ഒരു ക്യാരക്ടറിനോട് നമുക്ക് തോന്നി. അപ്പൊ അത് കുറെ വർഷങ്ങൾക്ക് ശേഷം ആ ഒരു ദിലീപിനെ കാണാൻ പറ്റി. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിനിമയുടെ കോണ്ടന്റ് എത്ര വീക്ക് ആണെന്നുണ്ടെങ്കിലും ദിലീപിന്റെ ആ ഒരു പെർഫോമൻസും അദ്ദേഹത്തിന്റെ ചില മാനറിസംസ്, അതായത് വളരെ ഒരു ദയനീയമായിട്ടുള്ള ഒരു കഥാപാത്രത്തിന്റെ ഒരു മാനറിസം ഒക്കെ ഇതിനകത്ത് ഒരു പെർഫെക്ഷൻ ഇതിനകത്ത് ഫീൽ ചെയ്ത്. അത് ഈ അടുത്ത് കണ്ട അദ്ദേഹത്തിന്റെ സിനിമകളിലൊന്നും അത്രത്തോളം ഫീൽ ചെയ്തില്ല. എന്നാൽ ഈ ഒരു സിനിമയ്ക്കകത്ത് അദ്ദേഹം മാക്സിമം ആ ഒരു പഴയ ദിലീപിന്റെ ആ ഒരു ചാം തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള ഒരു വലിയ ശ്രമം നടത്തിയിരിക്കുന്നു. അത് ഭയങ്കര രസമായിട്ട് എനിക്ക് സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഫീൽ ചെയ്യുകയും ചെയ്തു. കാരണം ഇതിനകത്തുള്ള കോമഡികളൊക്കെ അത്യാവശ്യം നന്നായിട്ടൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് വന്ന ആ ഒരു ന്യൂ ജനിലുള്ള ഇദ്ദേഹത്തിന്റെ പാർട്ണറായിട്ട് വരുന്ന ക്യാരക്ടർ ആയിരുന്നാലും അത് ഒരു രസം ഉണ്ടായിരുന്നു. ഒരു വൈബ്, ഓവറോൾ ഒരു വൈബ് തിയേറ്ററിൽ ഉണ്ടാക്കി, ഒരു ഓളം ഉണ്ടാക്കി ആ ക്യാരക്ടർ. പക്ഷെ എവിടെയൊക്കെയോ ഈ കോണ്ടന്റ് ക്രിയേറ്റർ അല്ലെങ്കിൽ ഇന്നത്തെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒക്കെ ഒരു സംഭവം ഇപ്പൊ അങ്ങ് അത്രത്തോളം അതിന്റെ ഒരു ചാം കുറഞ്ഞു വരികയാണ്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് അതിന്റേതായിട്ടുള്ള ഒരു ഫ്ലോ എവിടെയൊക്കെ ഫീൽ ചെയ്തെങ്കിലും കുറച്ചും കൂടെ എനിക്ക് തോന്നുന്ന ആ ഒരു കൊറോണ വരുന്ന ആ സമയത്തൊക്കെ ആയിരുന്നു ഈ സിനിമ വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടെ രസമായിരുന്നു തന്നെ. കാരണം ഈ ഇത്തരത്തിലൊരു ന്യൂ ജെൻ ക്യാരക്ടറിനെ നമുക്ക് കുറച്ചും കൂടെ ഉൾക്കൊള്ളാൻ പറ്റുമായിരുന്നു. ഇതിപ്പോ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നല്ല, പക്ഷെ അത് കുറച്ചൊന്ന് അതിന്റെ ഒരു ചാം കുറഞ്ഞു വന്നിരിക്കുന്ന ഒരു സമയത്താണ് ഇതിപ്പോ വന്നിരിക്കുന്നത്. അതിന്റെ ഒരു ചെറിയൊരു കുറവ് എവിടെയൊക്കെ ഫീൽ ചെയ്തെങ്കിലും ആ ക്യാരക്ടർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും, എസ്പെഷ്യലി ബിന്ദു പണിക്കർ, സിദ്ദിഖ്, ഓവറോൾ ഒരു നല്ല ഫാമിലി വൈബ്, കുടുംബത്തോടൊപ്പം പോയിരുന്ന് കാണത്തക്ക ഒരു സിനിമയാണ്. അത് നമ്മളിപ്പോൾ എടുത്തു പറയേണ്ടതാണ്. കാരണം ഇപ്പൊ അങ്ങനെ ക്രൈം, അതുപോലെ വയലൻസ്, ഇതൊക്കെ മാർക്കറ്റിൽ അങ്ങനെ ഫ്ലറിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലൊരു ചെറിയ സിനിമ ഒരു കുടുംബ ചിത്രമായിട്ട് വരുമ്പോഴത്തേക്ക് അത് കുടുംബങ്ങൾക്ക് ധൈര്യമായിട്ട് പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ നന്നായിട്ട് വർക്കായി. ഒരു വൺ ടൈം നമുക്ക് അങ്ങനെ കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിരുന്നാലും എല്ലാം നല്ല രസമുണ്ടായിരുന്നു. ആരാണ് ചെയ്തിരിക്കുന്നത് അറിയത്തില്ല. ഇതിന്റെ ടെക്നിക്കൽ സൈഡ് എല്ലാം ആ സിനിമയ്ക്ക് എന്ത് വേണോ അത് നന്നായിട്ട് ആ ടെക്നിക്കൽ ടീം ഡെലിവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെതായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് മൂവിയിൽ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും സിനിമ എനിക്ക് 100% വർക്കായി. അതുകൊണ്ട് തന്നെ ഞാൻ ഈ മൂവിക്ക് ഔട്ട് ഓഫ് 10 9 റേറ്റ് ചെയ്യാണ്. അപ്പോൾ മറ്റൊരു സിനിമ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.